എൻ്റെ പേര് രാഹുൽ. ഇത് പോക്കോ F1ൻ്റെ അൺബോക്സിംഗ് ആണ്. പോക്കോ F1 എന്ന് പറയുന്നത് ഷാമിയുടെ പുതിയ സബ്സിഡറി കമ്പനിയായ പോക്കോ ഫോണിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ ഡിവൈസാണ്. ഇത് ഈ മാർക്കറ്റിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു മിന്നലാട്ടം സൃഷ്ടിച്ച ഡിവൈസാണ്. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ സ്പെക്സ് നോക്കാം. സ്നാപ്ഡ്രാഗൺ 845 ലിക്വിഡ് കൂളിംഗ് ഉണ്ട്, AI ഡുവൽ ക്യാമറ ഉണ്ട്, ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് ഉണ്ട്, 4000 mAh ബാറ്ററി ഉണ്ട്. ഇതിൻ്റെ സ്പെക്സ് 21,000 രൂപയ്ക്ക് ആണ് അവർ ഇതിൻ്റെ 6GB 64GB വേർഷനിലൊക്കെ. അത് വലിയൊരു സംഭവമായിരുന്നു. കാരണം അതിന് മുമ്പ് 29 രൂപയുള്ള ആസൂസ് സെൻഫോണായിരുന്നു സ്നാപ്ഡ്രാഗൺ 845 പോലുള്ള ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഉപയോഗിക്കുന്ന ഡിവൈസ്. എൻ്റെ ഇരിക്കുന്ന സ്റ്റീൽ ബ്ലൂ വേർഷനാണ്. 6GB 128GB ഇൻ്റേണലുള്ള വേർഷനാണ്. അതിന് ഏകദേശം 25 രൂപ വരും. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ്. നമുക്ക് താഴത്തിന് വേറെ എന്തെങ്കിലും സ്പെക്ക് ഉണ്ടോ എന്ന് നോക്കാം. താഴത്ത് നേരത്തെ നമ്മൾ കണ്ട സ്പെക്സ് തന്നെ ഉള്ളൂ. ബ്ലൂ സ്റ്റീലാണ്, 6GB 110GB ആണ്. അങ്ങനെയുള്ള പ്രൈസ് 25 രൂപയാണെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് 6GB റാമും 64GB ഇൻ്റേണലുള്ളതും 6GB 120GB ഉള്ളതും 8GB 120GB ഇൻ്റേണലുള്ള ഡിഫറെൻറ്റ് ഡിവൈസുകളുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സ്പെഷ്യൽ എഡിഷനായ ഒരു കെവല ബാക്കുള്ള ഡിവൈസുണ്ട്. അതാണ് ഏറ്റവും വില കൂടിയ വേർഷൻ. അതിന് ഏകദേശം 29 രൂപയോളം ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഷവോമിയുടെ ബോക്സിനകത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ കട്ടിങ് കൂടി ഉണ്ട്. റെഡ് ബോക്സ് ഡിഫറെൻ്റ് ആണ്. ഷവോമിയുടെ പൊതുവെ വെള്ള കളർ ബോക്സിൽ കുറച്ച് ഡിവൈസസിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ ഇട്ടിട്ടുള്ള ബോക്സുകളാണ് പൊതുവെ അവർ കൊടുത്തു വിടാറ്. ഇതൊരു വ്യത്യസ്തമായ ഒരെണ്ണമാണ്. നമുക്ക് നോക്കാം ഈ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. ഇപ്പോൾ ഫ്രണ്ടിൽ ഫോൺ വരെ പൊതുവേ ഉള്ളതിന് വരെ ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് മറ്റേ പേപ്പർ ബോക്സ് ആണുള്ളത്. നമുക്ക് സൈഡിലോട്ടാക്കിയിട്ട് നമുക്ക് നോക്കാം. ഇതിനകത്ത് എന്താണ് നോക്കട്ടെ. അപ്പോൾ പേപ്പർ ബോക്സ് ആണുള്ളത്. പിന്നെ അതിൻ്റെ താഴെ പോക്കോ F1 ഫോണുണ്ട്, ബ്ലൂ കളർ വേരിയൻ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് സൈഡിലോട്ട് മാറ്റി വെച്ച് ബോക്സിനകത്ത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അത് ഓൺ ചെയ്യാനായിട്ടുണ്ട്, ഒന്ന് നോക്കാം. അടിയിൽ ചാർജറുണ്ട്. പിന്നെ പൊതുവെ ബാക്കിയുള്ള കമ്പനി ചെയ്യേണ്ടതല്ല. 21 രൂപയുള്ളെങ്കിൽ അവർ ക്വിക്ക് ചാർജ് 3.0 സപ്പോർട്ട് ചെയ്യുന്ന ചാർജറാണ് ഇതിൻ്റെ ഒപ്പം കൊടുത്തിരിക്കുന്നത്. അതായത് സ്പീഡിൽ ക്വിക്ക് ചാർജ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യും, കാരണം വലിയ ബാറ്ററിയാണുള്ളത്. പിന്നെ പോക്കോയുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ചാർജറാണ്. അല്ലെങ്കിൽ ഷവോമിൻ്റെ ഒരു ബ്രാൻഡിങ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ നമുക്കുള്ള USB Type-C കേബിളാണ്. അത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ഈ ഇതിലുള്ള ഡിവൈസിൽ പലതും USB Type-Cയിലേക്ക് മാറ്റാനുള്ള മടി കാണിക്കുന്നുണ്ട്. USB Type-C ആണ് ഫ്യൂച്ചർ. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്തതും വളരെ നല്ല ഒരു കാര്യമാണ്. നമുക്കത് മാറ്റി വെക്കാം. പിന്നെ ബോക്സിനകത്ത് ഒരു സിം ഇജക്ടർ ടൂളുണ്ട്. അപ്പോൾ ഈ ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ആ ബോക്സിൻ്റെ പേപ്പർ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഷവോമിയുടെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ പൊതുവെ ഇപ്പോഴുള്ള ഫോണുകളെല്ലാം 20 രൂപ റേഞ്ചിലുള്ള ഫോണുകൾ, ഷവോമിയിൽ ഹുവായി ഫോണുകൾ എല്ലാവരും അവർ വാറണ്ടി കാർഡ് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്ലാസ്റ്റിക് കേസും തരാറുണ്ട്. അപ്പോൾ നമുക്കിതിൽ നോക്കാം എന്തൊക്കെയുണ്ട്. നമുക്ക് ക്വിക്ക് നോട്ട്സ് ആണുള്ളത്. ഇതിനെക്കുറിച്ചുള്ള യൂസേജ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനുള്ള നോട്ട്സാണുള്ളത്. പിന്നെ റിസർ ഗൈഡ്, പിന്നെ അതുപോലെ തന്നെ വേറൊരു പേരും കൂടി ഉണ്ട്. സർവീസ് സെൻ്ററിൻ്റെ ഒക്കെ പേരാണെന്ന് തോന്നുന്നത് അതിനകത്തുള്ളത്. അത് സൈഡിൽ മാറ്റിയേക്കാം. പിന്നെ നമുക്ക് കേസ് എങ്ങനെയാണെന്ന് നോക്കാം. ട്രാൻസ്പെറൻറ്റ് കേസാണ്, ഭയങ്കര നൈസായിട്ടുള്ള കേസാണ്, വലിയ കട്ടിയൊന്നുമില്ല, സാധാരണ ഒരു കേസാണ്. തൽക്കാലത്തേക്ക് വെറുതെ ബാക്ക് ഇടാമെന്നുള്ളൂ. പിന്നെ ഞാൻ ഓൾറെഡി പറയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഫോൺ പ്ലാസ്റ്റിക് ആണതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ അത്രയും വേണ്ടി വരില്ല. ഓക്കെ, നമുക്ക് ഫോണൊന്ന് നോക്കാം. ഫോണിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെക്കൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ ഉണ്ട്, അതായതുണ്ട് 60GB റാമാണ് എന്നൊക്കെയുള്ളത്. നമുക്ക് ഡിവൈസ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. MIUI 9 വെച്ചാണ് വന്നത്. ഇതിന് MIUI 10 അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഇതിന് 6.18 ഇഞ്ച് ഡിസ്പ്ലേ ആണുള്ളത്. ഫുൾ HD+ ആണ്, 18:7 ആണ്, 2.5D കവർ ഗ്ലാസ് ഉണ്ട്. പിന്നെ നോച്ച് ഉണ്ട്. നോച്ചിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
എത്ര 20 MB ഫ്രണ്ട് ഫേസിങ് ക്യാമറ, f2.0 അപ്പറച്ചറുകളുണ്ട്, സ്പീക്കർ ഗ്രില്ലുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിന് മറ്റേ IR സെൻസർ ഉള്ളതുകൊണ്ട് രാത്രി ഫേസ് അൺലോക്ക് ഒക്കെ ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ സൈഡിൽ നമുക്ക് സിം ഇജക്ടർ ടൂൾ ഉണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ഡ്യുവൽ സിമ്മും അല്ലെങ്കിൽ ഒരു സിംഗിൾ സിമ്മും ഒരു മൈക്രോ SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഹൈബ്രിഡ് സ്ലോട്ടാണുള്ളത്. മേലെ 3.5 ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അടിയിൽ സ്പീക്കർ ഗ്രില്ലും പിന്നെ USB Type C കേബിൾ അല്ലെങ്കിൽ പോർട്ടുണ്ട്, USB Type C. പിന്നെ ബാക്കിലും ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ക്യാമറയ്ക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്, നമുക്കതും പറിച്ചിടാം. അപ്പോൾ ബാക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, സ്റ്റീൽ ബ്ലൂ എന്ന് പേരുള്ള കളറാണ്. പ്ലാസ്റ്റിക് ബിൽഡാണ്, മെറ്റാലിക്കോ ഗ്ലാസ്സോ ഒന്നുമല്ല, പ്ലാസ്റ്റിക് ബിൽഡാണ്. ക്യാമറ ഡ്യുവൽ ക്യാമറ ആണ്. 12 MB റിയർ ക്യാമറ, f1.9 അപ്പറച്ചുള്ള ക്യാമറയും പിന്നെ 5 MB ഡെപ്ത് സെൻസറും പിന്നെ പോക്കോ ബ്രാൻഡിങ്ങും ബാക്കിലുണ്ട്. സെറ്റ് ചെയ്യട്ടെ, ഫോണും സെറ്റ് ചെയ്യട്ടെ. പിന്നെ ഞാൻ പറഞ്ഞതിൽ 3 കളറുണ്ട്, അതായത് ഒന്ന് ഗ്രാഫൈറ്റ് ബ്ലാക്ക്, പിന്നെ സ്റ്റീൽ ബ്ലൂ, റോസ് റെഡ്, പിന്നെ ഞാൻ പറഞ്ഞ ആർമോഡ് എഡിഷൻ ഉണ്ട്, അതാണ് ഏറ്റവും വില കൂടിയ എഡിഷൻ. അതിന് 30,000 രൂപയോളം ഉണ്ട്. നമുക്ക് ഇതിൻ്റെ സ്പെക്ക് എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ആൻഡ്രോയിഡ് 8.1 ആണ്, സെക്യൂരിറ്റി പാച്ച് ഇതാണ്, പിന്നെ MIUI ഗ്ലോബൽ ടൈംപർ 6 ആണ്, പിന്നെ 6GB റാം ഉണ്ട്, പിന്നെ 128GB 117GB അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഡിവൈസ് എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞാൽ പ്രൈസ് ടു ഇത് ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൈസിൻ്റെ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഇത്രയും നല്ല ഡിവൈസ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും നമുക്ക്. അപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ അവർ കറക്റ്റ് ആക്കിയെന്ന് വേണം പറയാൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 6GB 64GB 21 രൂപയും 6GB 120GB 24 രൂപയും 8GB 256GB 29 രൂപയും പിന്നെ ആർമഡ് എഡിഷന് 30 രൂപയാണുള്ളത്. പിന്നെ അതിൻ്റെ പേര് പോക്കോ മൊബൈൽ സ്കിൻസും ആർമേഡ് കേസ് വിത്ത് കേവല ഫിനിഷും ഒക്കെ ഇതിൻ്റെ ഒപ്പം ഇറക്കിയിട്ടുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിലും പിന്നെ ഷവോമിയുടെ സൈറ്റിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഇവർ പ്രൈസ് ലാഭിച്ചത് ഇവരുടെ ഡിവൈസിൻ്റെ പ്ലാസ്റ്റിക് ആക്കിയാണ്. അതായത് അവരുടെ ഇതിൽ പറഞ്ഞത് പൊതുവേ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും കവറിട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അത് എന്ത് ബിൽഡായാലും അതുകൊണ്ട് വലിയ കാര്യമില്ലെന്നാണ് അവരുടെ അഭിപ്രായം. ആക്ച്വലി ഞാനവനെ സപ്പോർട്ട് ചെയ്യുന്ന അധികം ആൾക്കാർ ഞാൻ ആരും കണ്ടിട്ടില്ല ഫോൺ കേസ് ഉപയോഗിക്കാത്ത. എന്നെപ്പോലുള്ള വളരെ കുറച്ച് പേരുള്ള കേസ് വളരെ റെയറായിട്ട് ഉപയോഗിക്കും. ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കേസ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇതൊരു പക്ക പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ്. അപ്പോൾ ആ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ നോക്കുന്ന എല്ലാവർക്കും 21 രൂപ വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ഫോൺ തന്നെയാണ് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഫോൺ. പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ എൻഡിൽ ഞാൻ കുറച്ച് ഒരു 5-6 ക്യാമറ സാമ്പിൾ ഇട്ടേക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി. എന്തായാലും അടുത്ത വീഡിയോ വരെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.